പിണറായി വിജയൻ സാഹുവിനാണ് തുടങ്ങുന്നത്. അതും കൂടെ ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോഴത്തെ തലമുറ യൂട്യൂബിന്റെ പുറകിലാണ്. ഇല്ലേ, സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ തന്നെ അവനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഇവന്റെ എന്ത് കണ്ടാലും എനിക്കത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവന്റെ കമന്റുകൾ നോക്കാം. അതിൽ തന്നെ ഈ വിരലുകൾക്ക് ജന്മം നൽകിയ എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു സത്യം എനിക്കത് കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ടീച്ചർമാർക്ക് പഠിക്കത്തില്ല ഒരു കാര്യം. ഇന്ന് ടീച്ചർമാർ അങ്ങനെയല്ല, പണ്ട് നമ്മളിങ്ങനെ പറയും. കുറെ പേര് അന്ന് നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു നിന്നവരെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഉൾപ്പെടെ കൈയടിച്ച നിമിഷം ഏറ്റവും മറക്കാനാവാത്ത വേദി അതാണ്. അതായത് ഫ്രണ്ട് സർക്കിൾ മാറിയപ്പോഴാണ് ടൗൺ ഏരിയയിലേക്ക് പോയി. ഞാൻ ഒരു ഗ്രാമത്തിൽ താമസിക്കാൻ ടൗൺ ഏരിയയിൽ പോയി അവിടെയുള്ള ആൾക്കാരോട് അപ്പൊ എന്നെ ഇവർ പ്രോത്സാഹിച്ചു. ചെറിയൊരു മോച്ചായ ഉണ്ടെങ്കിൽ അത് പ്രോത്സാഹിച്ചു. പിന്നെ എനിക്ക് വരയ്ക്കാൻ തോന്നി. ഓക്കെ, ഈ ഡബിങ് സിനിമകൾക്ക് വേണ്ടിട്ട് ചെയ്യാറുണ്ടോ? ഇല്ലില്ല, ഞാൻ കൂടുതലും അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടില്ല. കാരണം ഞാനിപ്പോ ചാനൽ പ്രോഗ്രാം വിളിക്കുമ്പോൾ ലാസ്റ്റ് ചെയ്തത് അമൃതയിലായിരുന്നു. ഷാൻ റഹ്മാൻ ഷാനിക്കക്ക് ബർത്ത്ഡേക്ക് സർപ്രൈസ് ചെയ്യണം. നല്ലൊരു വേദിയായിരുന്നു. കാരണം നമുക്കൊരു ഗസ്റ്റ് റോളാണ് അവിടെ കിട്ടിയത്. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഈ ചാനലെല്ലാം പോകുമ്പോഴത്തേക്ക്, ഞാൻ ഡബ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവർ നേരെ സ്പെഷ്യൽ പെർഫോമൻസിലിടും. കാരണം ഡബിങ് ആർട്ടിസ്റ്റുമാർ ഒരുപാടുണ്ടല്ലോ. ഇത് റെയർ ആയതുകൊണ്ട് എന്നോട് പറയും ഞാൻ കാലുകൊണ്ട് വരച്ചിട്ട് ഡാൻസ് കളിച്ചോണ്ട് കാലുകൊണ്ട് വരയ്ക്കൊക്കെ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഡിഫറന്റ് സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഇവർ എന്റെ അടുത്ത് അത് ചെയ്യാൻ വരുന്നത് സ്പെഷ്യൽ കാറ്റഗറി ഇടും. അതുകൊണ്ട് എനിക്ക് ഡബിങ് ചാനൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് വർക്ക്ഔട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. കുറെ ആക്ടേഴ്സിന് അല്ല, ആളുമായിട്ട് ഇപ്പൊ നല്ലൊരു ഇതുകൊണ്ട് അല്ല, അത് ഇനിയിപ്പം ഡബ് ചെയ്തിട്ട് കൊളവാക്കണം. കാരണം സാറ് അല്ല, എനിക്ക് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിരുന്നു ആളുടെ മുമ്പില് വരയ്ക്കാനായിട്ട്. സഖാവിനെ സർപ്രൈസ് ചെയ്യാൻ പറ്റി. കാരണം അത്രയും പോലീസുകാരും ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. എന്റെ ഒരു പ്രതീക്ഷയില്ല. അതൊന്ന് ചെറുതായിട്ടൊന്ന് പോയാ എന്താവും അറിയില്ല. പക്ഷെ നന്നായിട്ട് വന്നു. സ്റ്റാൻഡായിട്ട് ചെയ്തത് ആള് സ്റ്റേജിൽ ഇങ്ങനെ ഇങ്ങനെ ചിരിക്കുക. അപ്പൊ അത് പിന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു, അവരുടെ പാർട്ടിക്കാർ ഏറ്റെടുത്തു. ഞങ്ങളുടെ സഖാവ് ചിരിച്ചു. പിണറായി വിജയൻ സാഹുവിനാണ് തുടങ്ങുന്നത്. അതും കൂടെ ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയുള്ള ആശംസയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, കുട്ടിയുടെ പേരെന്താണ്? എന്റെ പേര് ശ്രീപ്രിയ. ശ്രീപ്രിയ. ചാനലിന്റെ പേരെന്താണ്? ഇൻഫ്രൈം മീഡിയ. ഇൻഫ്രൈം മീഡിയ. എനക്ക് ഇങ്ങനെയുള്ള ചാനലിൽ വന്ന് എക്സ്പീരിയൻസ് ഇല്ല. ഞാന് ഏഷ്യാനെറ്റ്, സൂര്യ, ഇങ്ങനെ ന്യൂസ് ചാനലുകള് ഇതൊക്കെ വന്നിട്ട് എല്ലാവരും മൈക്കും കാര്യങ്ങളൊക്കെ എടുത്ത് എന്റെ പുറകെ വരുന്നുണ്ട്. ഞാൻ ടി വി കാണാനുള്ള സമയം ഇല്ല. നമ്മള് ടി വി അല്ല സാർ, നമ്മള് യൂട്യൂബ് ചാനലാണ്. ഇപ്പോഴത്തെ തലമുറ യൂട്യൂബിന്റെ പുറകിലാണ്. ഇല്ലേ, ഇതൊക്കെ അറിയാം. അപ്പൊ എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ചാനൽ വളരെ വലിയ ഉയരങ്ങളിലേക്ക് പോട്ടെ. ഒരു പുതുവത്സരാശംസകളും അറിയിക്കുകയാണ്. ലാൽസലാം. ഇരട്ടച്ചങ്കനും അതുപോലെ തന്നെ കളർ അടിപൊളി, നൈസായിരുന്നു. ഇപ്പൊ അഖിലിന്റെ ആർട്ട് റിവേഴ്സ് ആയിട്ടാണല്ലോ. ഇപ്പൊ ഞാനൊക്കെ സംബന്ധിച്ച് ഒരു മാന്യ വരയ്ക്കണമെങ്കിൽ ഞാൻ ബബ്ബബ്ബെ വരയ്ക്കും. ബബ്ബബ്ബ എഴുതുന്നുണ്ട്. ഇപ്പൊ സിനിമയുടെ പേര് പറഞ്ഞ പോലെ. എങ്ങനെയാണ് ഈ റിവേഴ്സ് ആർട്ട് ചെയ്യാമെന്ന് തോന്നി തുടങ്ങിയത്? ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഞാൻ പഠിക്കുന്ന ടൈം, അതായത് 10th വരെ പഠിക്കുന്ന ടൈം പഠനത്തിൽ ഉഴപ്പനായിരുന്നു. അതായത് ഇന്നറിയാം പഠിക്കാൻ കഴിവുണ്ടായിട്ട് പഠിച്ചില്ല. പഠനത്തിന് ഉഴപ്പായിരുന്നു. ഞാൻ അവിടെ ക്ലാസ്സിൽ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാവരോടും എന്റെ അപ്പൂപ്പനെ കുറിച്ച് പറയും. എനിക്കൊരു കഴിവുള്ളത് വരെയാണെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പെൻസിലെടുത്ത് ഈ പറയുന്നത് പോലെ തന്നെ ഭയങ്കരമായിട്ട് അതിന്റെ പ്രൊഫഷണൽ സൈഡ് എനിക്ക് അറിയില്ല. വരയ്ക്കാൻ പ്രത്യേക പെൻസിലുണ്ട്, പേപ്പറുണ്ട്, അത് പറഞ്ഞു തരാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പൂപ്പന്റെ ഇങ്ങനെ നോക്കിയിരിക്കുമെങ്കിലും ഞാൻ അങ്ങനെ ചോദിക്കാനും പറയുന്നത് ഇങ്ങനെ നോക്കിയിരിക്കും, അത്രേ ഉള്ളൂ. അപ്പൂപ്പന്റെ പേര് പറഞ്ഞിട്ട് ഞാൻ വരയ്ക്കാനിരിക്കും. അത് ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. വരയ്ക്കുന്ന കുട്ടികൾ, ചിത്രയന മത്സരത്തിന് പേരെടുക്കുന്ന കുട്ടികളെന്ന് പറയും. അപ്പൊ ഞാൻ 10th എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പോയി ഇരുന്നിട്ട് എല്ലാരും അവൻ വര ഫാമിലിയാണ്, അവന്റെ പോയി നോക്കാന്ന് പറയാം എല്ലാരും. അപ്പൊ ഇങ്ങനെ ആൾക്കൂട്ടം ഉണ്ട്. അപ്പൊ ആനയെ വരയ്ക്കാൻ നമ്മൾ ഉത്സവത്തിന് ഒരു ഇത് തന്ന വിഷയം ആനയാണ്. അപ്പൊ ആനയെ കുറിച്ച് നമ്മൾ ഏത് കളറാ ഫസ്റ്റ് വരുന്ന മനസ്സിൽ? ബ്ലാക്ക്. അപ്പൊ വരയ്ക്കുമ്പോ നമ്മൾ ബ്ലാക്ക് അടിക്കും. അപ്പൊ ഞാനും വിചാരിച്ചു അങ്ങനെ വെച്ചാൽ ബ്ലാക്ക്, മൊത്തം ബ്ലാക്ക്. പക്ഷെ ശരിക്കും ആനയെ വരയ്ക്കേണ്ട അങ്ങനെയല്ലെന്ന് പിന്നെയാണ് മനസ്സിലായത്. നമ്മൾ ഒരാളെ കാണുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ പറയുന്ന ആള് വെളുത്തിട്ടാണ് കറുത്തിട്ടാണ്, പക്ഷെ പല കളറുകൾ ചേർന്നിട്ടാണ് ഒരാളുടെ സ്കിൻ ടോൺ തന്നെ വരുന്നത്. നമുക്ക് അറിയില്ല, ആ ടൈമിൽ പറഞ്ഞു തരത്തില്ല. അപ്പൊ അന്ന് ഓരോ കുട്ടികൾ ഫസ്റ്റും സെക്കൻഡ് ഒക്കെ വാങ്ങുന്നവരുടെ ഈ നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കും. അപ്പൊ ഞാൻ ഇത് കഴിയുമ്പോഴത്തേക്ക് എന്നെ ഒട്ടിച്ചിട്ടുണ്ടെന്ന് നോക്കുമ്പോ തേർഡ് പ്രോത്സാഹന സമ്മാനം പോലും കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് മനസ്സിലായി.
അങ്ങനെ നിന്ന് ഞാൻ ഇങ്ങനെ ഓരോരുത്തർ ഈ കാരിക്കേച്ചർ ഒക്കെ വരയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടുന്നു. ഫേസ് വരയ്ക്കാൻ പഠിക്കണം, എങ്ങനെയായിരിക്കും എന്നൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ ഞാൻ അത് കണ്ടുകൊണ്ടിരുന്ന. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നിലയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം അന്ന് ഞാൻ +2 കഴിഞ്ഞിട്ട് എനിക്ക് ഫൈൻ ആർട്സ് കോളേജിൽ പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടും പലരും സാഹചര്യങ്ങൾ കൊണ്ടാണല്ലോ എല്ലാം മാറ്റുന്നത്. പാഷൻ എനിക്കത് മാറ്റി വയ്ക്കേണ്ടി വന്നു. പിന്നെ അതിന്റെ ടൈം കഴിഞ്ഞു. എനിക്ക് RLV കോളേജ് തൃപ്പൂണിത്തുറ കിട്ടിയായിരുന്നു, പോകാൻ പറ്റില്ല. പിന്നെ മാവേലിക്കര കിട്ടി, അപ്പൊ ചേച്ചിയുടെ കല്യാണമായി, പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ ആർട്ടെന്നുള്ള ഒരു ഇത് ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു മെൻസ്വെയറിൽ അപ്പം ജോലിക്ക് നിൽക്കുകയാണ്, പാർട്ട് ടൈം ജോബ്, പിന്നെ ഹാർഡ്വെയർ കോഴ്സിനും പഠിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പതിയെ ഹാർഡ്വെയർ കോഴ്സ് നിർത്തിയിട്ട് മെൻസ്വെയറിൽ ഫുള്ള് നിൽക്കാൻ തുടങ്ങി, ഫാഷനോട് ഇഷ്ടമാകാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബോറടി മാറ്റാൻ വേണ്ടി നമ്മുടെ ഈ ബോട്ട് പാക്ക് എക്സിക്യൂട്ടീവ് ഷർട്ടുകളൊക്കെ ബോട്ട് പാക്ക് ചെയ്ത് വരും. അതിന്റെ ബോട്ട് പാക്കിന്റെ ഒരു ആർട്ട് ബോർഡ് ഉണ്ട്, അതിനകത്ത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കുത്തിക്കറക്കും. അപ്പൊ സമയത്ത് ഇൻസ്റ്റാഗ്രാം ഇല്ല കേട്ടോ, ഇൻസ്റ്റാഗ്രാം വരുന്ന സമയം ആ ടൈമാണ്. ഫേസ്ബുക്ക് ഉണ്ട്. അപ്പൊ എന്റെ ടച്ചിന്റെ ഫോണൊന്നും ആരുടെ കയ്യിലും ഇല്ല. അപ്പൊ ഞാൻ കടയിലേക്ക് ഒരു ഫോൺ ഉണ്ട്, ബ്ലാക്ക്ബെറിയുടെ. അപ്പൊ അതിനകത്തുള്ള ഫോട്ടോ, ചേട്ടന്മാരുടെ ഫോട്ടോ ഞാൻ ചുമ്മാ ഇരുന്നിട്ട് സ്കെച്ച് ചെയ്ത് നോക്കിയപ്പോ ആദ്യം ഞാൻ വരയ്ക്കുന്ന അൻസിൽ എന്ന് പറയുന്നത് ആ കടയിലെ ഓണറുടെ അളിയൻ. ഇക്കാണ് അവിടെ കൂടെ ഉണ്ടായിരുന്നത്. ഇക്കനെ വരച്ചു, മൂക്കൊക്കെ നീണ്ടിട്ട് പെട്ടെന്ന് കയറ്റി. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കറക്റ്റ് അതേപോലെ വന്നു. പെണ്ണോണ്ട് വരയ്ക്കണം. അത് കിട്ടിയപ്പോ എല്ലാവരും വളരെ കൊള്ളാലോ എന്ന് പ്രോത്സാഹിപ്പിച്ചു. ഫ്രണ്ട് സർക്കിൾ മാറിയപ്പോഴാണ് ടൗൺ ഏരിയയിലേക്ക് പോയി, ഞാൻ ഒരു ഗ്രാമത്തിൽ താമസിച്ച് ഞാൻ ടൗൺ ഏരിയയിലേക്ക് പോയി അവിടെയുള്ള ആൾക്കാരോട്ട് സംസാരിച്ചു. അപ്പൊ എന്നെ ഇവർ പ്രോത്സാഹിപ്പിച്ചു, ചെറിയൊരു മോച്ചായ ഉണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിച്ചു. പിന്നെ എനിക്ക് വരയ്ക്കാൻ തോന്നി. അങ്ങനെ ഫോണിൽ നോക്കി വരച്ച് ശീലിച്ചു. പക്ഷെ അപ്പൊ ഞാൻ ഗ്രിഡ് ഇടൂലായിരുന്നു. എല്ലാവരും ഗ്രിഡ് ഇട്ടാണ് പ്രൊഫഷണൽ, ശരിക്കും ഒരു കറക്റ്റ് ഫേസ് വരയ്ക്കണം അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ എല്ലാവരും ചോദിക്കും ഇങ്ങനെ ഈ ഫോട്ടോഗ്രാഫി മെമ്മറി പെട്ടെന്ന് വന്നിട്ട് ക്രൗഡിൽ നിന്ന് ഒരാളെടുത്ത് എങ്ങനെ വരയ്ക്കുന്നു. അപ്പൊ കുഞ്ഞിലെ ഞാൻ എന്റെ ബ്രെയിനിൽ അത് സ്റ്റോറായി. ഞാൻ അങ്ങനെ തന്നെ കണ്ട് ഇപ്പം ശ്രീപ്രിയ എവിടേക്ക് വേണമെങ്കിൽ എനിക്ക് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഫ്യൂച്ചേഴ്സ് എനിക്ക് എന്റെ മനസ്സിൽ ഓക്കെയാണ്. ഏതാണ് ഐഡന്റിറ്റി, മൂക്കാണോ ചുണ്ടാണോ കണ്ണാണോ, നമുക്ക് ആ ഒരു ആംഗിള് പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ വരച്ച് ശീലിച്ച് ഇപ്പൊ ഒരു 6 വർഷം, അതിപ്പോ 8 വർഷമായി എന്റെ ഈ ഇത്. അപ്പൊ ആ ഒരു യാത്രയിൽ ഈ 8 വർഷത്തോളം ഞാൻ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. കുറെ പുറത്തുള്ള ആർട്ടിസ്റ്റുമാരെ ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച്, ബെൽജിയം, സ്പെയിന്, ഫ്രാൻസ്, അപ്പൊ ഇങ്ങനെ കുറെ ആർട്ടിസ്റ്റുമാരടുത്ത് ചോദിച്ച് അവരുടെ സംഭവങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താണ് എന്റേതായ സിഗ്നേച്ചർ കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഈ സാൻഡാർട്ടിലേക്ക് വരുന്നത്. സാൻഡാർട്ടിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് എന്റെ ഒരു കൂട്ടുകാരെ വിട്ട് ഞങ്ങൾ ചുമ്മാ ചെയ്ത് നോക്കുക. അപ്പൊ അവിടെ നിന്ന് എല്ലാവരും വിമർശനം, ഇങ്ങനെ ഇരുന്നിട്ട് നിനക്ക് എന്ത് കിട്ടാൻ പോകണം, ഇത് ചെയ്യുന്ന പല ആൾക്കാരുണ്ട്, കോട്ടയം നസീറിക്കൊക്കെ അങ്ങനെ ചെയ്യും, പക്ഷെ ഇതുപോലെ ലൈവല്ല. അപ്പൊ ഞാൻ ഓർത്ത് ആദ്യം മടിച്ചു, പറ്റൂല, ഇതെല്ലാരും പറയുന്നു നീ ഇതുകൊണ്ട് ജീവിക്കാൻ പോകാം, വേറെ തൊഴിൽ നോക്ക്, അത് നോക്കി ഇത് നോക്കുന്നു. ഫാമിലിയിലും പറയുമായിരുന്നു. കാരണം അവർ വേറെ ഒന്നും കൊണ്ടല്ല, അവർക്ക് അറിയില്ല ഇതിന്റെ, കാരണം ആർട്ടിസ്റ്റുകളൊന്നും അത്ര വലുതായിട്ടൊന്നും ആരും കണ്ടിട്ടില്ല അന്ന്, അതിനുള്ള ഇതില്ലല്ലോ. പക്ഷെ രക്ഷപ്പെട്ട ആർട്ടിസ്റ്റുമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കപ്പോ ഒരു വിൽപ്പാറുണ്ട്, അത് ചെയ്യാൻ പറ്റുമോ. അങ്ങനെ ഇപ്പൊ കുറെ പിള്ളേർക്ക് ഇൻസ്പിറേഷൻ വരെ ആയി, എന്റെ പോലെ ചെയ്ത് പയ്യെ തുടങ്ങുന്നുണ്ട്. അപ്പോഴും ഞാൻ പറ്റില്ല എന്ന് നിന്ന സമയത്ത് അമ്മയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. ഞാൻ പറ്റും എന്നുള്ള രീതി. പിന്നെ ഞാൻ സാഹചര്യം കാര്യങ്ങളൊന്നും നോക്കിയാന്നില്ല, എന്റെ പാഷൻ ഇതാണ്. അത് കഴിഞ്ഞാണ് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടി ഒരു പ്രൊഫഷൻ വേണമെന്ന് ഓർത്തിട്ടാണ് ഫാഷൻ ഡിസൈൻ പഠിക്കാൻ പോകുന്നത്. അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യത്തെ ഡേ ഞാൻ ഫസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാം ചെറിയ, അതായത് ആൾക്കൂട്ടത്തിൽ നിന്നുള്ള ഒരു പ്രോഗ്രാം, അതാ ടൊവിനോനാണ് വരയ്ക്കുന്നത്. അന്നൊക്കെ ചാർട്ട് പേപ്പറല്ല വരയ്ക്കുന്നത്. അവിടെ നിന്ന് പ്രോത്സാഹനം, പിന്നെ എല്ലാം പ്രോത്സാഹനമായിരുന്നു എനിക്ക്. എന്നെ ആരൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും ഒരു 100 കഴിഞ്ഞ 10 പേരെങ്കിലും പോസിറ്റീവ് പറഞ്ഞാൽ മതി. ഞാൻ അതിൽ അങ്ങനെ പോയി അപ്ഡേറ്റ് ചെയ്ത് ഇപ്പോ മകൻ അഖില് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, എന്റെ ഒരു മേഖല ഇതാണ്, ആർട്ടാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് ആ ഒരു ടൈം അമ്മയടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരിക്കില്ലേ? അപ്പൊ ആ ഒരു സമയം അമ്മയ്ക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ സാൻഡാർട്ട് ചെയ്ത സമയത്ത് പോലും എന്നോട് ചോദിക്കും, അമ്മ ഇത് ചെയ്ത് അങ്ങനെ ഇരിക്കും. ഞാൻ പറയും, മോനെ നീ ധൈര്യമായിട്ട് ചെയ്തു, അത് റെഡിയാകും. അങ്ങനെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് അവൻ ചെയ്തു നോക്കി, അത് റെഡിയാവുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ഇതിലോട്ടാണ് അവൻ ഈ വരയും ഇങ്ങനെയുള്ള കലാപരമായിട്ടുള്ള, അപ്പൊ അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. അപ്പം അത് അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് മോൻ അതിലോട്ട് തന്നെ പോകണമെന്ന് പറഞ്ഞു അവന് അവിടം വരെ. അതെ, ഇപ്പൊ ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, ഇപ്പൊ അഖില് പറഞ്ഞ പോലെ തന്നെ പലരും ഇതെല്ലാം നിന്റെ വഴി, വേറെ ജോബ് നോക്ക് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സമയം ഉണ്ടാവുമല്ലോ. അപ്പോഴൊക്കെ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു എന്റെ മകനൊരു നല്ല നിലയിലെത്തും, നല്ലൊരു പൊസിഷനിലെത്തും, അവന് നമുക്ക് എല്ലാവർക്കും അഭിമാനമായിട്ട് നിൽക്കും എന്നൊരു കാര്യം അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആദ്യം നമ്മൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യും, പ്രതിമകൾ ഉണ്ടാക്കുമായിരുന്നു. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വന്നെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ തന്നെ അവനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. മോനെ ഇത് വേണ്ട, നീ വേറെ എന്തെങ്കിലും പഠിച്ചിട്ട് വേറെ എന്തെങ്കിലും ജോലി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാഷൻ ഡിസൈനിങ് വേണോന്ന് പറഞ്ഞു അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അത് പഠിക്കുക തന്നെയാണ് ഇവൻ ഇതിലോട്ട് ഇങ്ങനെ ആയത്. പിന്നീടായപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി അവൻ അതില് ആണ്. ചിലപ്പോ പറയും, ഞാന്
ഇതൊന്നും ഇവിടെ എങ്ങും ആകേണ്ടതല്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സാഹചര്യങ്ങളുണ്ടോ പല പ്രാവശ്യം പറയണം അമ്മ ഇവിടെ ജനിക്കേണ്ട പോലും അല്ലായിരുന്നു എന്ന് വരെ പറഞ്ഞു. അത്ര പോലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ഓക്കെ എന്ന് വെച്ചാൽ എങ്ങനെ എത്തുമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പൊ അവൻ അവിടം വരെ എത്തി. ഇപ്പൊ അതിന് വളരെയേറെ സന്തോഷിക്കുന്നുണ്ട്. അവന്റെ അച്ഛനായിരുന്നാലും എല്ലാവരും പോട്ടെ, അച്ഛന്റെ ഫാമിലി വരെയും അവർക്ക് വരെയും അവരും ഒക്കെ ആദ്യമൊന്നും അവർക്കൊന്നും ഇതുപോലെ പ്രതീക്ഷയാണ്. ഇപ്പൊ അവര് വരെ സപ്പോർട്ടാ. മോനെ നീ ഞങ്ങള് പ്രതീക്ഷിച്ചില്ല. എന്റെ അപ്പച്ചിയൊക്കെ അച്ഛന്റെ പെങ്ങള് അവരൊക്കെ പറയും മോനെ നീ ഞങ്ങൾ പ്രതീക്ഷിച്ചപ്പോൾ നീ ഇവിടം വരെ എത്തുന്നു. എല്ലാവരും സപ്പോർട്ടുമാണ്, പ്രാർത്ഥനയും എല്ലാവരുടെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. ഫാമിലിയുടെ ഒക്കെ പ്രാർത്ഥനയുണ്ട്. അതെ, ശരിക്കും പറഞ്ഞൊരു സകലകലാ വല്ലഭനാണെന്നല്ലോ നമുക്ക് പറയാല്ലേ. എല്ലാരും പറയും. എന്നിട്ട് ഞാൻ ഇവന്റെ കമന്റ് നോക്കും. ഇവന്റെ എന്ത് കണ്ടാലും എനിക്കത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവന്റെ കമന്റുകൾ നോക്കാം. അതിൽ തന്നെ ഈ വിരലുകൾക്ക് ജന്മം നൽകിയെന്നൊക്കെ പറയുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു സത്യം എനിക്കത് കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവന്റെ കമന്റ് നോക്കിയിട്ട് പോലെ ഞാനിത് കരഞ്ഞിട്ടുണ്ട്. കുത്തി നോക്കിയിട്ട് ആ സമയത്ത് എനിക്ക് അത്രത്തോളം എനിക്ക് സന്തോഷവും സങ്കടവും ഒക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ജന്മനില പിന്നെ ഓടി ഒന്ന് കൈ തരും ഇങ്ങനെ ഒരു മോന്. അപ്പോഴൊക്കെ നമുക്ക് അതുപോലെ ഒരു സന്തോഷം നമുക്ക് എവിടെ കിട്ടാനോ ഇല്ല. അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാവരും പ്രാർത്ഥനയും എല്ലാം. ഇപ്പോഴും ഞാൻ പറയുന്നത് ഇങ്ങനെ എല്ലാവരും മോനെ സപ്പോർട്ട് ചെയ്ത് അവനോട് പ്രാർത്ഥന അവനോടൊപ്പം ഉണ്ടാവണം. എപ്പോഴും അത് തന്നെ എന്റെ പ്രാർത്ഥന. ഇപ്പൊ അഖില് ചെറുപ്പത്തിലായിരുന്ന ടൈമിൽ ഇങ്ങനെ ഭിത്തിയിലൊക്കെ പടം വരയ്ക്കുമ്പോ അങ്ങനെ വഴക്കൊക്കെ പറയാറുണ്ടോ? എന്തെങ്കിലും കുസൃതിത്തരമൊക്കെ കാണിക്കുന്ന ആളായിരുന്നോ? കുസൃതിയൊക്കെ ഉണ്ടായിരുന്നു. അതില്ല, ഒരു അടി ഞാൻ കൊടുത്തു കഴിഞ്ഞാ പോയി മൂലയെ ചെന്ന് നിൽക്കും. ആണോ? ഷമ്മിയായിരുന്നു അപ്പൊ പറയും അല്ല ആരെന്ന് വിളിച്ചാലും ചെല്ലത്തില്ല. അമ്മ ഒന്ന് സമാധാനപ്പെടുത്തണം, അമ്മ ഒന്ന് സമാധാനപ്പെടുത്തണം. അപ്പൊ മോള് പറയും അമ്മ ഒന്ന് ചെല്ലമ്മ, അല്ലെങ്കിൽ അവൻ വരത്തില്ല എന്ന് പറയും. പിന്നെ ഞാൻ മക്കള് വാന്ന് വിളിക്കുമ്പോ ഓടി ചോദിച്ചില്ലല്ലോ. അപ്പൊ അതേപോലെയുള്ള അങ്ങനെയൊക്കെയുള്ള കുസൃതി ഒരുപാടൊക്കെ കാണിച്ചു. ഇപ്പോഴും ആ കുസൃതിയൊക്കെ തന്നെ ഉണ്ട്. അതിപ്പോ വലിയ മെച്ചൂർഡായിട്ടാണോ? സമാധാനമൊക്കെ ഇപ്പോഴും വേണം. അതെന്തെങ്കിലും ഞാൻ വഴക്ക് പറഞ്ഞാലും ഒരു വിഷമമൊക്കെയാ. അതൊക്കെ അല്ലേ? ഇപ്പൊ പണ്ട് സ്കൂളിൽ ഒത്തിരി പഠിക്കാൻ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു മീഡിയം ലെവലിൽ പഠിക്കുന്ന ആളായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ ആ ഒരു സ്കൂളിലേക്കൊക്കെ ഗസ്റ്റ് ആയിട്ട് തിരിച്ച് ചെല്ലില്ലേ? ഏറ്റവും മറക്കാനാവാത്ത വേദി അതാണ്. അതെ, അതായത് 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ പഠിച്ച സ്ഥലത്ത് പോയിട്ടില്ല. 8ാം ക്ലാസ് തൊട്ട് 5 തൊട്ട് 7 വരെ പഠിച്ച സ്ഥലത്ത് ഗസ്റ്റ് ആയിട്ട് പോയി. 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച ഗസ്റ്റ് ആയിട്ട് പോയി. ഇപ്പം ഫാഷൻ ഡിസൈനിങ് പഠിച്ച കോളേജിൽ റീസെന്റ് ഇപ്പൊ ഗസ്റ്റ് ആയിട്ട് പോയി. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഇനി അന്ന് ഞാൻ വേദിയിൽ പറഞ്ഞൊരു കാര്യം, അന്ന് PTA പീരീഡിന് 10ാം ക്ലാസ്സിലെ പഠിക്കുമ്പോ നന്നായിട്ട് പഠിക്കുന്ന കൂട്ടാറുണ്ടല്ലോ. അപ്പൊ എന്നാലും മാമിയൊക്കെ ആയിരിക്കും, മാമിയും മാമനൊക്കെയാണ് വരുന്നത് പ്രോഗ്രസ് കടപ്പിടം. അതാണ് ഞാൻ അമ്മ ഉണ്ടെങ്കിൽ പോലും ഞാൻ അമ്മേനെ അവരുടെ കൂടെ കൊണ്ടുവരത്തില്ല, താമസിച്ചുകൊണ്ടിരുത്തുള്ളൂ. കാരണം എന്താണെന്നറിയോ, അവിടെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടുമ്പോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്റെ കൂട്ടുകാരന്മാര് നമിത, അനൂപ്, മനു, അങ്ങനെ 2-3 നന്നായിട്ട് പഠിക്കുന്നവരുണ്ട്. അതായത് 7ാം ക്ലാസ്സിലായിരുന്നേ. അപ്പൊ ഇവരുടെ പ്രോഗ്രസ് ഒപ്പിട്ട് അച്ഛനും അമ്മയൊക്കെ ഭയങ്കര അഭിമാനത്തോടെ നിൽക്കും. അപ്പൊ ഞാൻ ഇവരുടെ കൂടെ എന്റെ അമ്മ വന്നു കഴിഞ്ഞാൽ തീർന്ന് മാർക്ക് അവര് തമ്മിലുള്ള ഇത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ടീച്ചർമാരൊക്കെ നീ പഠിക്കത്തില്ല ഒരു കാര്യമില്ല. കാരണം ഇന്ന് ടീച്ചർമാർ അങ്ങനെയല്ല, പണ്ട് നമ്മളിങ്ങനെ പറയുമല്ലോ, അങ്ങനെ പേരെടുത്ത് പറയുന്നത്. എന്നാലും കുറെ പേര് അന്ന് നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു നിന്നവരെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുൾപ്പെടെ കൈയടിച്ച നിമിഷം എന്നെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് ഞങ്ങളെ കലോത്സവത്തിനൊക്കെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകാൻ പറ്റി. അപ്പൊ ഞാൻ ഫസ്റ്റ് കൊണ്ടുവരുന്ന അമ്മേനെ. കാരണം ഇനി വേദിയിൽ അമ്മേനെ കൊണ്ട് നിർത്താം. അന്ന് പറ്റാത്ത സ്ഥലത്ത് ഇന്ന് വേദിയിൽ ഞാൻ കൊണ്ട് നിർത്തി അവര് കൈയടിച്ചത് ഞാൻ അന്നത്തെ ആ ഇരിക്കുന്ന പിള്ളേർക്ക് മൊത്തവും ഒരു ഇൻസ്പിറേഷൻ പോലെ ഞാൻ പറഞ്ഞു കൊടുത്ത്. പഠിത്തം മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ എന്തൊരു സ്കിൽ ഉണ്ടെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാം. നമ്മള് അതിനെ ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തും എന്ന് ഞാൻ അവിടെ പറഞ്ഞു. ഇപ്പൊ അഭിമാനത്തോടെ അമ്മേനെ അത്രയും സ്കൂളുകളിൽ ഞാൻ പഠിച്ച സ്കൂളും കോളേജുകളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സന്തോഷം. അതുകൊണ്ട് ഇപ്പൊ വരുന്ന ഓരോ സ്കൂളുകളിലും സ്കൂൾ മാക്സിമം കോളേജ് സ്കൂൾ പ്രോഗ്രാംസിന് അമ്മ വരും കൂടെ. കാരണം അമ്മ ഉണ്ടെങ്കിൽ കുറച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യും. എന്റെ ഫ്രണ്ട്സ് പഠിച്ച സ്കൂളിൽ തന്നെയാണ് 35 വർഷം പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർ സീന ടീച്ചറും പിന്നെ ശുഭ ടീച്ചർ. ഈ ശുഭ ടീച്ചറിന്റെ കാര്യം പറയുമ്പോ കൂട്ടുകാരന്മാർക്ക് പറയാം, നീ പണ്ട് ടീച്ചർ റിട്ടയർഡ് ആയി പോയ പടക്കം പൊട്ടിക്കെന്ന് പറഞ്ഞവരാണ് നീ പിച്ചൊക്കെ ചെയ്യും. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ശരി ഓർക്കുന്നുണ്ട്. പക്ഷെ ആ ടീച്ചറാണ് ഇന്ന് എനിക്ക് അമ്മയെ പോലെ അത്രയ്ക്ക് സ്നേഹം. ആ ടീച്ചർ പിന്നെ എന്റെ ചിത്ര ടീച്ചർ, സുധി സാറ് സ്പോർട്സിലെ. അപ്പൊ ഇവരൊക്കെ ഭയങ്കര അഭിമാനത്തോടെ എന്നെ സംസാരിക്കാൻ പോലെ ഒരു വിളിക്കുന്നത്. ഞാൻ എപ്പോഴും സ്കൂളിന്റെ അതുവഴിയൊക്കെ പോയി ഓടി കയറും. അപ്പൊ ടീച്ചർമാരെ അഭിമാനത്തോടെ ഇങ്ങനെ ചേർത്ത് നിർത്തും.
അപ്പൊ ഞാനിങ്ങനെ പറയും, പണ്ട് മക്കളെ പോലെ കണ്ട കുറെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലോ, എന്താ ഇപ്പൊ അവരൊക്കെ, അപ്പൊ ഞാനല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ ഈ ഞാൻ പറഞ്ഞ പോലെ 35 വർഷം എക്സ്പീരിയൻസ് ആയിട്ട് പഠിപ്പിച്ചിട്ട് റിട്ടയർഡ് ആവുന്ന ടീച്ചർ, രണ്ട് ടീച്ചർമാർ ഒരുമിച്ച് റിട്ടയർഡ് ആവും, സീനിയർ ടീച്ചറും ശുഭ ടീച്ചറും. അതായത് ഞാൻ 7 വരെ പഠിച്ച സ്ഥലത്ത്, അവിടെ 5 തൊട്ട് 7 വരെ ഉള്ളത്. അന്ന് അവരുടെ ഒപ്പം തിരികെ കൊടുത്താലും ആ റിട്ടയർമെന്റ് മനസ്സിൽ അവരോട് ഒരു സർപ്രൈസ് ചെയ്യാൻ പറ്റി. അത് ഒരിക്കലും ഒരു വേദിയിലും കിട്ടൂലല്ലോ. കാരണം ഇത്രയും വരെ പഠിപ്പിച്ച ടീച്ചർമാരുടെ ഒപ്പം ഒരു പോലെ തന്നെ അവരെ ആ യാത്രയപ്പ് ചടങ്ങിൽ എനിക്ക് സർപ്രൈസ് ചെയ്യാൻ പറ്റി, ഒരിക്കലും മറക്കൂല. അത് കഴിഞ്ഞ് 2 പേരും എന്റെ വീട്ടിൽ വന്ന് ടീച്ചർമാര് കുറെ സംസാരിച്ച് ഭയങ്കര സന്തോഷം. അത് ഒരിക്കലും മറക്കാനാവാത്ത വേദി തന്നെയാണ്. കാരണം എല്ലാരും കിട്ടുന്ന ഒരു വേദിയല്ല. ചാനൽ പ്രോഗ്രാമോ അതൊക്കെ നമുക്ക് ഒരുപാട് നമുക്ക് പോകാൻ ട്രൈ ചെയ്യാൻ ടൈം ഉണ്ട്. പക്ഷെ അത് ഒരു ഇത് തന്നെയായിരുന്നു. അങ്ങനെ സ്കൂളിൽ നിന്ന് വിളിച്ചപ്പോ അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു? എനിക്ക് ഇതുപോലൊരു സന്തോഷം ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ പ്രോഗ്രസ്സിലൊക്കെ ഒപ്പിടാൻ മാത്രമാണ് ആ സ്കൂളിൽ ഞാൻ അപ്പോഴും ഒക്കെ പറയും, അവൻ സംസാരിക്കാറില്ല, അവൻ ഇങ്ങനെ മിണ്ടാതിരിക്കും, ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷെ ആ ഒരു ഇതിൽ കയറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു ഇതിൽ വന്ന് എനിക്ക് നിൽക്കേണ്ടി വരും. മോൻ അവിടെ ഗസ്റ്റ് ആയിട്ട് വരിക, പിന്നെ കോളേജുകള്, സ്കൂളുകള്, ഇങ്ങനെ പല സ്ഥലത്തായിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മുടെ മക്കള് ഒരു ഉയർച്ചയിൽ എത്തിയിട്ട് നമ്മൾ അവരെ കൂട്ടി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നതും ഇന്ന അഖിലിന്റെ അമ്മയല്ലേ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതെ. ഇപ്പോ അഖിലിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാല് ഡാൻസറാണ്. ഡാൻസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ ഒരു ക്യൂനായിട്ടാണ് എപ്പോഴും ഡാൻസ് ചെയ്യുന്നത്. അനിയത്തി എന്ന് വെച്ചാൽ ഫാമിലി ഫ്രണ്ട് ആണ് അവളെ. എനിക്ക് സ്വന്തം അനിയത്തി പോലെ തന്നെ. നമുക്കിപ്പം എന്താ പറയാ, പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു ജമ്മെന്ന് പറയത്തില്ല, അതുപോലെ എനിക്ക് ഭയങ്കര അവരുടെ കുട്ടീന്റെ അമ്മയാണെങ്കിലും അവളാണെങ്കിലും ഭയങ്കര ഇങ്ങനെ ചേട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂടെ തന്നെ വെക്കും. അപ്പൊ എനിക്ക് സന്തോഷമാണ് അവളോടെ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ. അവള് മാത്രമേ ഞാൻ കൂടുതലും നല്ല ഡാൻസറാണ്. അപ്പം ഡാൻസിലേക്ക് വന്നത് എന്റെ മാമൻ, അമ്മയുടെ ഏറ്റവും ഇളയ അനിയൻ. വരയ്ക്കുന്നതോടൊപ്പം തന്നെ മാമ നല്ല ഡാൻസറായിരുന്നു. വിജയുടെ മാനറിസം ഒക്കെ ആയിരുന്നു പണ്ട്. ചേച്ചി ക്ലാസിക്കൽ ഡാൻസറാണ്. അപ്പൊ ഞാനും അരങ്ങേറ്റം ചെയ്തിട്ടുണ്ട് ക്ലാസിക്കൽ ഡാൻസ്. പിന്നെ ഭയങ്കര പ്രൊഫഷണലായിട്ട് പഠിക്കാൻ പറ്റില്ല, പക്ഷെ സിനിമാറ്റിക് ഡാൻസ് പഠിച്ചിട്ടുണ്ട്. മാമൻ തന്നെയാണ് പഠിപ്പിച്ചതെന്ന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം കൊച്ചുമായിട്ട് ഇപ്പൊ ചെയ്തു തുടങ്ങിയപ്പോ വീണ്ടും ഡാൻസിലേക്ക് വന്നു. ഞങ്ങളപ്പോ കാലുകൊണ്ട് വരച്ചോണ്ട് സുറേ പോയിട്ടുള്ള സൂര്യ സാറിന്റെ ഒരു ഇത് ചെയ്തു. അപ്പൊ ആള് കണ്ടിട്ടില്ല, ആളുടെ മുമ്പിൽ ലൈവ് ചെയ്യാൻ പറ്റണമെന്നാണ് ആഗ്രഹം. അപ്പൊ ഇപ്പം ഫാൻസിന്റെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അടുത്ത മൂവിക്ക് പ്രൊമോഷൻ വരുമ്പോ എന്തായാലും നമുക്ക് ചെയ്യാൻ പോകുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറെ അതായത് എന്റെ ഇന്ത്യ ഗോട്ട് ടാലന്റ്, അമേരിക്ക ഗോട്ട് ടാലന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഷോസ് ഉണ്ട്. അപ്പൊ അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ഒരു സംഭവം ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രക്കും ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഡിഫറെന്റ്ലി എന്തെങ്കിലും അത്രയും സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ അവിടെ കയറാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും എഫർട്ട് ഇടും. ഒറ്റ ലൈഫല്ലേ നമുക്ക് മാക്സിമം. അതെ. ഇപ്പൊ അന്ന് പഠിച്ച സ്കൂളില് അമ്മേനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അവരുടെ കൂടെ ഇരുത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞ അന്ന് മനസ്സിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ, എനിക്ക് അമ്മേനെ കൂട്ടി വരണം, എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉണ്ടെങ്കിലും നമുക്കറിയില്ല, നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരുടെ കുഞ്ഞ് 5ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ ആരാവണം എന്ന് വെച്ചാൽ അവർ എഞ്ചിനീയർ. ഇന്നലെ ഞാൻ ഗസ്റ്റ് ആയിട്ട് ഒരു സ്കൂളിൽ പോയ പിള്ളേരെല്ലാം എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, ഇതൊക്കെയാണ് നമ്മുടെ പണ്ടത്തെ നമ്മുടെ ഇത്. പക്ഷെ അവർക്ക് മനസ്സിലാവുന്നത് +2 കഴിഞ്ഞ് തിരിഞ്ഞ സമയത്ത് ഉള്ളിൽ എന്തെങ്കിലും സ്കില്ലുണ്ടോ, നമുക്ക് ഇതിനാണ് പോവേണ്ടതെന്ന്, നമുക്ക് സന്തോഷമുള്ള ഒരു ഫീൽഡ് ഇതാണ്, അതിൽ പോകണം, നമുക്ക് അപ്പോഴേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ രൂപ. അപ്പൊ മാമനൊക്കെ പറയുമ്പോ ശാസ്ത്രജ്ഞനാവും, അതുപോലെ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആവോടി, സയന്റിസ്റ്റ് ആവുന്നൊക്കെ അങ്ങനെ ആവോടി നിന്റെ മോനെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേന്റെ അടുത്ത് മാമൻ പറയും, മാമൻ വലുതാവുമ്പോ നീ ഇതാവും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് മാമൻ പറയുന്നത്. ഞാൻ റോബോട്ടിനൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതായത് പണ്ട് ഇപ്പൊ ട്രോളിലൊക്കെ അറിയത്തില്ലേ, പണ്ട് ഇപ്പോഴത്തെ കാറിന്റെ മോട്ടർ മാറ്റിയിട്ട് കറങ്ങുന്ന ഫാൻ ഉണ്ടാക്കിയിട്ട് ശാസ്ത്രജ്ഞ അങ്ങനെ ടിവിയുടെ പ്ലഗ് മറ്റേ ബാക്കിൽ മാറ്റി കറക്റ്റായിട്ട് കുത്തിയിട്ട് റിമോട്ട് 2 അടി അടിച്ചിട്ട് അമ്മനെ പഠിക്കുന്ന അതുപോലെ അങ്ങനെ കാണിച്ചിട്ട് ശാസ്ത്രജ്ഞനാവാന്നൊക്കെ പറയാറ്.